വെൽക്കം ബാക്ക് ടു മല്ലൂസ് ഫുഡ് ഫാമിലി. കപ്പയ്ക്ക് മുളയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അറിയത്തില്ല, നോക്കാം. മുളയൊക്കെ നോക്കി ഇവിടെ വാവൊക്കെ നോക്കാം. എപ്പോഴാണെന്നറിയോ? അറിയത്തില്ല, അതല്ലേ കപ്പയെല്ലാം കിട്ടിയെങ്കിൽ തിന്നുന്ന സമയത്ത് വാവ നോക്കാം. വാവല്ല, വേവ അന്നേരം നോക്കുന്നത്. ദൈവമേ, ഒരു കപ്പ കഷ്ണം എല്ലാം കിട്ടണേ തിന്നാൻ ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ. നല്ലപോലെ തറഞ്ഞു തരുന്ന കപ്പ നട്ട ക്ഷീണത്തിൽ ഒരു കാപ്പി. ഇന്ന് ഞങ്ങൾ പപ്പ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ഒരു 2-3 കപ്പ തണ്ടുണ്ട്. ആ കപ്പയുടെ നടിയിലും അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ ഈ ഒരു യാത്ര. നല്ലൊരു ക്ലൈമറ്റാ, കുറച്ച് വിൻഡിയാണ്, എന്നാലും നല്ല ക്ലൈമറ്റാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു മോർണിംഗ് ഞങ്ങൾ ഇച്ചിരി ഫ്രീ ആണ്, ഇതങ്ങ് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഇന്നലെ എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു, ഇച്ചായും ഫ്രീ ആയിരുന്നപ്പോൾ ഇവിടെ പുല്ലൊക്കെ ചെത്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മണ്ണിളക്കാൻ ശ്രമിച്ചിട്ട് കുറച്ച് ഏരിയയിൽ മണ്ണിളകി പോരുന്നുണ്ട്. അപ്പം ഇച്ചാനിപ്പോൾ അതിനായിട്ടുള്ള മണ്ണ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മണ്ണിരന് നമ്മൾ കിട്ടിയിട്ടുണ്ട്. വളക്കൂറുള്ള മണ്ണ് ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പം ഞങ്ങൾ കപ്പയ്ക്കുള്ള തടവെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ അതിനെ കമ്പോസ്റ്റ് പോലത്തെ ഒരു റൂട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പോസ്റ്റ് പൊടി പോലത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അത് മിക്സ് ചെയ്തിട്ടാണ് കപ്പ നടാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ പേരെന്നാ വെച്ചാൽ ആ സാധനം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ മണ്ണ് അത്ര ഇളക്കാൻ പറ്റിയില്ല. കാരണം മണ്ണ് അത്രയ്ക്കും തറഞ്ഞിരിക്കുന്ന മണ്ണായിരുന്നു. പിന്നെ മാക്സിമം പറ്റുന്ന പോലെ നമ്മൾ ട്രൈ ചെയ്തു. അത്യാവശ്യമൊക്കെ ഒന്ന് ഓക്കെ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വളവും കൂടി നമ്മളത് മിക്സ് ചെയ്തിട്ട് 4 കപ്പ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആ 4 ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. നാട്ടിലൊക്കെ നമ്മൾ കപ്പ നടുമ്പോൾ ഇളമ്പക്കോ അങ്ങനെ വാവ് ദിവസം അതൊക്കെ നോക്കിയാണ് നടുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അതൊന്നും നോക്കാൻ പറ്റത്തില്ല. സാഹചര്യം കിട്ടിയ സമയം കൊണ്ട് നമ്മൾ കഴിവതും നല്ല രീതിയിൽ നടാൻ നോക്കുന്നു, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി. ഇവിടെ വാവൊക്കെ നോക്കാം. എപ്പോഴാണെന്നറിയോ? അറിയത്തില്ല, അതല്ലേ എന്നാ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഉണ്ടായി കപ്പലെല്ലാം കിട്ടിയെങ്കിൽ തിന്നുന്ന സമയത്ത് വാവ് നോക്കാം. വാവല്ല, വേവ അന്നേരം നോക്കുന്നത്. ദൈവമേ, ഒരു കപ്പ കഷ്ണം എല്ലാം കിട്ടണേ തിന്നാൻ ആഗ്രഹം കൊണ്ടാണ്. അങ്ങനെ കപ്പത്തണ്ട് 4 കിട്ടിയിട്ടുണ്ട്. 4 ഉള്ളത്. ഇത് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്ന് പപ്പ കൊടുത്തു വിട്ടതാണ്. ഈ 4 ഏതെങ്കിലും ഒരെണ്ണം പിടിച്ചു വരുവാണെങ്കിൽ നമുക്കിതിൽ നിന്ന് വീണ്ടും കപ്പ കൃഷി നടത്താം. മുളയൊക്കെ നോക്കി നമ്മൾ കറക്റ്റായിട്ട് നടുകയാണ്. ഒത്തിരി തറച്ച് നമ്മളത്
ഉറപ്പിക്കുന്നില്ല, അത്യാവശ്യം ഒന്ന് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. കപ്പ നട്ട ക്ഷീണത്തിൽ ഒരു കാപ്പി. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ, നല്ലപോലെ തറഞ്ഞായിരുന്നു ഇന്ന്. ഇത്ര പോലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ ഇതിലിടയ്ക്ക് പയറും കൂടെ നടണമെന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ രണ്ടിനും ഇച്ചിരി ഷെയ്ഡ് അടിക്കും ചെറുതായിട്ട്, ഇത്രയില്ല. ഈ ഭാഗമെല്ലാം തെളിഞ്ഞാൽ നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡ് ഈ രണ്ട് മരങ്ങൾ ചെറുതായിട്ട് ഷെയ്ഡ് വരും. എന്നാൽ ഇവിടെ എല്ലാം തെളിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. സ്കോട്ട്ലൻഡിൽ നിന്നും കപ്പ കൃഷി ചെയ്ത് നമുക്ക് നാട്ടിലേക്ക് അയച്ചാലോ? എങ്ങനെയുണ്ട്? കാരണം നാട്ടിലിപ്പോൾ കപ്പ കിട്ടാനില്ല. വളം അത് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടേ അതിനകത്തോട്ട് പയർ നടാം. ഓക്കെ, കപ്പ നട്ടാക്കുന്നതിൻ്റെ ഇടവിളയായിട്ടാണ് പയറും ഈ കാന്താരിയൊക്കെ നടാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അഥവാ കപ്പ പിടിച്ചില്ലെങ്കിൽ ഇതേലും പിടിച്ചു കിട്ടിയാലോ എന്ന് വിചാരിച്ചുകൊണ്ട്. കപ്പയ്ക്ക് മുളയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അറിയത്തില്ല, നോക്കാം. അങ്ങനെ ഇന്നത്തെ കപ്പ കൃഷിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മല്ലു സ്കോട്ട് ഫാമിലി ചാനൽ. വരൂ ഇപ്പം പുറകെ കൂടെ. മണ്ണോട്ട് കുഴിയതില്ലല്ലോ.